സംഖ്യാപുസ്തകം അദ്ധ്യായം 10. ദൈവം വീണ്ടും മോശെയോട് അരുളിച്ചെയ്തു, വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കണം. അടിച്ചുപണിയായി അവയെ നിർമ്മിക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും പ്രയോജനപ്പെടും. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിൻ്റെ സഹസ്രാധിപന്മാരായ നായകന്മാർ നിന്റെ അടുക്കൽ കൂടണം. കാഹളധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. രണ്ടാമത് ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി മുഴക്കണം. സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി മുഴക്കരുത്. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരാകുന്നു കാഹളം ഊതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും പെരുന്നാളുകളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതണം. അവ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർമ്മയായിരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. അനന്തരം 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി മേഘം സാക്ഷ്യനിവാസത്തിന്മേൽ നിന്നുയർന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ സീനായി മരുഭൂമിയിൽ നിന്ന് യാത്ര തിരിച്ചു. മേഘം പാറാൻ മരുഭൂമിയിൽ വന്നു നിന്നു. ദൈവം മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവർ ഇങ്ങനെ ആദ്യമായി യാത്ര ആരംഭിച്ചു. യഹൂദാ മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണമായി ആദ്യം പുറപ്പെട്ടു. അവരുടെ സേനാപതി അമ്മിനാദാബിൻ്റെ മകൻ നഹശോൻ. ഇസ്സാഖാർ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാപതി സുവാരിൻ്റെ മകൻ നഥാനിയേൽ. സെബ്ലൂൺ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാധിപൻ ഹേലോൻ്റെ മകൻ ഏലിയാബ്. അപ്പോൾ തിരുനിവാസം അഴിച്ചു താഴ്ത്തി ഗേർഷേന്യരും മെരാര്യരും തിരുനിവാസം ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. പിന്നെ രൂബേൻ്റെ കൊടിക്കീഴുള്ള പാളയം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാധിപൻ ശെദേയൂരിൻ്റെ മകൻ ഏലീസൂർ. ഷെമോൻ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാധിപൻ സൂരീഷദായിയുടെ മകൻ ശെലൂമിയേൽ. ഗാദ് മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാധിപതി ദെയൂവേലിൻ്റെ മകൻ എലിയാസാഫ്. അപ്പോൾ കോഹാത്യർ വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പുറപ്പെട്ടു. ഇവർ എത്തുമ്പോഴേക്ക് തിരുനിവാസം നിവർത്തി കഴിഞ്ഞിരിക്കും. പിന്നെ എഫ്രൈം മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണമായി പുറപ്പെട്ടു. അവരുടെ സേനാധിപൻ അമ്മിഹൂദിൻ്റെ മകൻ ഏലീഷാമ. മനശ്ശാ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാധിപതി പേദാസൂരിൻ്റെ മകൻ ഗമാലിയേൽ. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാധിപതി ഗിദെയോനിയുടെ മകൻ അബീദാൻ. പിന്നെ അവരുടെ എല്ലാ പാളയങ്ങളിലും ഒടുവിലത്തേതായിരുന്ന ദാൻ മക്കളുടെ കൊടിക്കീഴുള്ള പാളയം ഗണമായി പുറപ്പെട്ടു.
അവരുടെ സേനാധിപൻ അമ്മിഷദ്ധായിയുടെ മകനായ ആഹിയേസർ. ആശേർ മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാധിപൻ ഒക്രാന്റെ മകൻ പഗീയേൽ. നഫ്താലി മക്കളുടെ ഗോത്രത്തിൻ്റെ സേനാധിപതി ഐനാന്റെ മകൻ അഹീദ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുമ്പോൾ ഗണം ഗണമായുള്ള അവരുടെ യാത്ര ഈ ക്രമത്തിലായിരുന്നു. മോശ തൻ്റെ അമ്മായപ്പനായ രയൂവേൽ എന്ന മിദ്യാനൻ്റെ മകനായ ഹോബാബിനോട്, നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് ദൈവം അരുളിച്ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. ദൈവം ഇസ്രായേലിന് നന്മ ആശംസിച്ചിരിക്കുകയാൽ നീ ഞങ്ങളോടുകൂടെ വരിക, ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനോടും, ഞാൻ വരുന്നില്ല, എൻ്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കലേക്കും ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞങ്ങളെ വിട്ടുപോകരുതേ, മരുഭൂമിയിൽ ഞങ്ങൾ പാളയം ഇറങ്ങേണ്ടത് എങ്ങനെ എല്ലാം എന്ന് നീ അറിയുന്നു. നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും. ഞങ്ങളുടെ കൂടെ പോന്നാൽ ദൈവം ഞങ്ങൾക്ക് ചെയ്യുന്ന നന്മ പോലെ തന്നെ ഞങ്ങൾ നിനക്ക് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ അവർ ദൈവത്തിൻ്റെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. ദൈവത്തിൻ്റെ നിയമപെട്ടകം അവർക്ക് വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുന്നോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ മേഘം പകൽ സമയം അവർക്ക് മേൽ ഉണ്ടായിരുന്നു. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, കർത്താവേ, എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ ദേഷിക്കുന്നവർ നിന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ, കർത്താവേ, അനേകായിരമായ ഇസ്രായേലിൻ്റെ അടുക്കൽ മടങ്ങി വരണമേ എന്നും പറയും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർഗ്മോർ.